തമിഴ്നാടിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് സവിശേഷമായൊരു സഞ്ചാര അനുഭവമാണ്. പ്രകൃതി ഇവിടെ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് പോലെ തോന്നും. വൻമലകളും ജലാശയങ്ങളും പാറക്കെട്ടുകളും മഞ്ഞുമൂടിക്കിടക്കുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ണിന് അത്യപൂർവമായ വിരുന്ന് തന്നെയാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇത്തവണ ദിണ്ടിഗൽ ജില്ലയിലെ ഒട്ടൻചത്രം എന്ന ഒരിടത്തരം പട്ടണത്തിലേക്കാണ് ഹരിതഭാരതത്തിൻ്റെ യാത്ര. ഉള്ളി ഉൽപാദനത്തിന് പ്രസിദ്ധമാണ് ഈ മലയോര പട്ടണം. കേരളം ഉൾപ്പെടെ പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും വടക്കേ ഇന്ത്യയിലേക്കും ഇറക്കുമതി ചെയ്യുന്നത് ഒട്ടൻചത്രത്തിൽ നിന്നാണ്. ഉള്ളിക്കൊപ്പം പുകയില കൃഷിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന കാർഷിക വേല. വിശാലമായ വനത്തിന് ഒത്ത നടുവിലായാണ് പരപ്പലാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാമിനോട് ചേർന്ന് തന്നെ ഒരു കൂറ്റൻ മലയും കാണാം. മേക്ക് തുടർച്ചി മല എന്നാണ് നാട്ടുകാർ ഇതിനെ വിളിക്കുന്നത്. വനസമൃദ്ധി കൊണ്ട് സമ്പന്നമാണ് ഈ പ്രദേശം. മേക്ക് തുടർച്ചി മലയിൽ നാനാജാതി കാട്ടുമൃഗങ്ങളും അത്യപൂർവമായ വൃക്ഷങ്ങളുമുണ്ട്. തമിഴ്നാട് വനംവകുപ്പിൻ്റെ അധീനതയിലാണ് ഈ പ്രദേശം. നാട്ടുകാർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. എങ്കിലും ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ച് ചിലരൊക്കെ വനത്തിനുള്ളിലേക്ക് കടക്കാറുണ്ടെന്നത് നേരുതന്നെ. പാചകത്തിനുള്ള വിറകോ ഔഷധ നിർമ്മാണത്തിനുള്ള അത്യപൂർവ സസ്യങ്ങളോ ഒക്കെയാണ് ഇവരുടെ ലക്ഷ്യം. പരപ്പലാറിൽ ആനയും പോത്തും നരിയും ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളെ ധാരാളമായി കാണാമെന്ന് ഡാമിൻ്റെ സൂക്ഷിപ്പുകാരൻ ഞങ്ങളോട് പറഞ്ഞു. ഡാമിൽ മൃഗങ്ങൾ വെള്ളം കുടിക്കാനായി എത്താറുണ്ട്. നന്നേ പുലർച്ചെയോ അല്ലെങ്കിൽ നിലാവ് വീണിട്ടോ ആണ് മൃഗങ്ങൾ എത്തുക. തലേന്ന് വൈകുന്നേരം കുറച്ചുനേരം കാത്തുനിന്നു നോക്കി. നാണം കൊണ്ട് തലകുനിച്ചെത്തിയ ചില മാനുകളെയും എപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കുന്ന ചില കാട്ടുപക്ഷികളെയുമാണ് കാണാനായത്. രാവോളം കാത്തു നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ മൃഗങ്ങൾ ജലപാനത്തിനെത്തുന്ന ദൃശ്യങ്ങൾ ഹരിതഭാരതത്തിന് ചിത്രീകരിക്കാമായിരുന്നു. ഒട്ടൻചത്രത്തിലെ പുകയില പാടങ്ങളിലേക്കുള്ള യാത്ര പുലർച്ചെ തന്നെ നിശ്ചയിച്ചിരുന്നതിനാൽ ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നെന്ന് മാത്രം. ഒട്ടൻചത്രം മുതൽ ഏതാണ്ട് കൂർഗ് വരെ മേക്ക് തുടർച്ചി മല വിസ്തൃതമായി കിടക്കുന്നു. ചന്ദന മരങ്ങൾക്ക് കൂടി പ്രസിദ്ധമാണ് ഈ വനമേഖലയെന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. സമുദ്രനിരപ്പിന് 2000 അടി മുകളിലായാണ് പരപ്പലാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഒട്ടൻചത്രത്തിൽ നിന്നും 18 കിലോമീറ്റർ മല ചുറ്റി സഞ്ചരിച്ചാൽ പരപ്പലാറിൽ എത്താനാകും. ഒട്ടൻചത്രത്തെ 50,000 ഹെക്ടർ കൃഷി ആവശ്യത്തിന് പരപ്പലാർ ഡാമിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നു. സാധാരണഗതിയിൽ ഇവിടെ ജലക്ഷാമം ഉണ്ടാകാറില്ല. എന്നാൽ മാർച്ച് ഏപ്രിൽ കാലമായാൽ വെള്ളത്തിന് അല്പം ബുദ്ധിമുട്ട് നേരിടും. ഡാമിലെ ജലനിരപ്പ് കുറയും. ഈ സമയത്തേക്ക് അല്പം കരുതൽ വേണമെന്ന് മാത്രം. അതിഥി മന്ദിരത്തിൽ നിന്നും രാവിലെ തന്നെ യാത്ര ആരംഭിച്ചു. അതിനു മുൻപ് തലേന്നത്തെ താമസത്തെക്കുറിച്ച് 2 വാക്ക് പറയാതെ വയ്യ. പരപ്പലാർ പോലെ ശാന്തവും സുന്ദരവുമായ പ്രദേശത്ത് ഇതിനു മുൻപ് ഹരിതഭാരതം ടീം പാർക്കുകയുണ്ടായിട്ടില്ല. ഡാമിൽ വന്നു പതിക്കുന്ന അരുവികളുടെയും മരത്തലപ്പുകളിൽ വിശ്രമിക്കുന്ന പക്ഷികളുടെയും സംഗീതം കേട്ടുകൊണ്ടാണ് രാവിലെ ഉണർന്നത് തന്നെ. സ്വച്ഛവും ശുദ്ധവുമായ അന്തരീക്ഷം. കവികളും കലാകാരന്മാരുമൊക്കെ പരപ്പലാറിലെത്തിയാൽ കുറേ കാലത്തേക്കെങ്കിലും ഇവിടെ വിട്ടുപോകില്ലെന്ന് ഉറപ്പാണ്. പ്രഭാതത്തിൻ്റെ ഊഷ്മളത മുഴുവൻ ആസ്വദിച്ചുകൊണ്ടായിരുന്നു യാത്ര. സൂര്യരശ്മികൾ തീർത്ത ഉജ്ജ്വല പ്രഭയിൽ പരപ്പലാർ ഡാമും ജലാശയവും പൊന്നണിഞ്ഞു നിൽക്കുന്നു. അനശ്വരതയെ തൊട്ടുവന്നിക്കുന്ന വെളിച്ചം എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ എഴുതിയത് ഓർത്തുപോയി. ഒട്ടൻചത്രത്തിലേക്കുള്ള പാത വിജനമായിരുന്നു. വഴിവെക്കിലെ മരക്കൊമ്പുകളിൽ പ്രഭാത കേളികളിലായിരുന്ന കുരങ്ങന്മാർ യാത്രാഭിവാദ്യം നേർന്ന് കൈവീശിക്കാട്ടി. കുറച്ചു മാറി മലയോരത്ത് ഒരു കാട്ടാന കൂട്ടത്തെ കണ്ടു. ദേഹത്ത് പരസ്പരം മണ്ണുവാരി രസിക്കുന്ന തിരക്കിലായിരുന്നു ആനകൾ. 3 ആനകളാണ് സംഘത്തിലുള്ളത്. ചെറിയ സന്തുഷ്ട സംതൃപ്ത കുടുംബം ആവണം. ഒട്ടൻചത്രത്തിന് മുൻപുള്ള പ്രധാന പട്ടണമാണ് പഴനി. കേരളീയർക്ക് ഒരുപക്ഷെ ഏറെ പരിചിതമായിരിക്കും ഈ ക്ഷേത്ര നഗരം. പാടശേഖരങ്ങളും ജലാശയങ്ങളും അതിരിട്ടു നിൽക്കുന്ന പഴനിക്ക് തീർത്തും ഗ്രാമീണ ഛായയാണുള്ളത്. ഇവിടുത്തെ ആളുകൾ സാധാരണക്കാരും കൃഷിക്കാരുമാണ്.
നല്ല ചൂടുള്ള ദിവസമായതുകൊണ്ടാവാം നഗരവീഥികളിൽ തിരക്ക് അധികമുണ്ടായിരുന്നില്ല. നഗരത്തിലെ ട്രാഫിക് സംവിധാനം കുറ്റമറ്റതായിരുന്നു. ഒരിടത്തും ഏറെ നേരം കാത്തു നിൽക്കേണ്ടതായി വന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായി കടും മഞ്ഞ നിറമുള്ള ഓട്ടോറിക്ഷകളാണ് ഇവിടെ കണ്ടത്. മലമുകളിലെ മുരുകന്റെ കോവിലിലേക്ക് അരമണിക്കൂറിലേറെ ദൂരമുണ്ട്. മുരുകന് ഹരഹര ചൊല്ലി നിരവധി ഭക്തർ മലകയറ്റത്തിനൊരുങ്ങുന്നു. പടികൾ കയറിയും റോപ്പ് വേയിലൂടെയും ക്ഷേത്രത്തിലെത്താം. റോപ്പ് വേയിലെ ക്യാബിനിൽ കയറിയാൽ പഴനി പട്ടണം വിശാലമായി കാണാനാകും. റോപ്പ് വേയിൽ ഒരു തമിഴ് കുടുംബമാണ് ഉണ്ടായിരുന്നത്. കുട്ടികളുടെ തല മൊട്ടയടിച്ച് ചന്ദനം പൂശിയിരുന്നു. മുരുകനുള്ള പ്രധാന നേർച്ചയാണല്ലോ പഴനിയിലെ മുടിമുറിക്കൽ. റോപ്പ് വേയിൽ നിന്ന് കണ്ട ദൃശ്യങ്ങൾ മനോഹരമായിരുന്നു. വിശാലമായ പാടശേഖരങ്ങളും തോടുകളും അതിരിടുന്ന പഴനിക്ക് ഒരു മലയാള ഗ്രാമത്തിൻ്റെ പരിശുദ്ധി തന്നെ. പഴനി മലയോട് ചേർന്ന് മറ്റൊരു പ്രധാന മല കൂടിയുണ്ട്. അവിടെയും ആരാധനയ്ക്കായി ഒരു ക്ഷേത്രം പണിതീർത്തിയിട്ടുണ്ട്. മലമുകളിലെത്തുന്ന റോപ്പ് വേ ക്യാബിൻ സുരക്ഷിതമായി നിലത്തിറക്കുന്നത് കുറേ ചെറുപ്പക്കാരുടെ ജോലിയാണ്. അല്പം സാഹസികത കലർന്ന ഈ ഉദ്യമം ആത്മാർത്ഥമായി തന്നെ അവർ നിർവഹിക്കുന്നു. ഇതാ ഇളനീർ കാവടിയുമായി ഒരു കൊച്ചു ഭക്തൻ മുരുകന്റെ ദർശനത്തിനെത്തുന്നു. ദർശനത്തിനുള്ള തിരക്കേറി വരികയാണ്. മുരുകനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മലയടി വാരത്തെത്തി. ഒട്ടൻ ഛത്രത്തെ പുകയില പാടങ്ങൾ കാത്തിരിക്കുന്നു. തമിഴ്നാട്ടിൽ ദിണ്ടിഗൽ, കോയമ്പത്തൂർ എന്നീ ജില്ലകളിലാണ് പുകയില കൃഷി വ്യാപകമായിരിക്കുന്നത്. ഒട്ടൻ ഛത്രത്തിന് പുറമെ ധർമ്മപുരി, കങ്കയം എന്നീ പട്ടണങ്ങളാണ് പുകയില കച്ചവടത്തിന് പേരെടുത്തിരിക്കുന്നത്. താമസിയാതെ ഞങ്ങൾ തിപ്പംപെട്ടി എന്ന ഗ്രാമത്തിലെ ഒരു പുകയില പാടത്തെത്തി. സുബ്ബയ്യ എന്നു പേരുള്ള ഒരു കർഷകന്റെ തോട്ടമാണ് ഇത്. ദൂരെ നിന്നും ഒരു പുകയില പാടം കണ്ടാൽ നമ്മുടെ ഒരു ചീരത്തോട്ടമാണെന്നേ തോന്നുകയുള്ളൂ. 2 ആഴ്ച പ്രായമായ ചെടികളാണ് ഇത്. 30 മുതൽ 50 സെന്റിമീറ്റർ വരെയാണ് ചെടിയുടെ ഉയരം. മുഴുവനും വളർച്ചയെത്തുന്നതോടെ ചെടികൾ കുറെ കൂടി ഉയരം വയ്ക്കുന്നു. മുതിർന്ന പുകയില ചെടിയുടെ ഇലകൾ നമ്മെ അത്ഭുതപ്പെടുത്തും. പൂർണ്ണ വളർച്ചയെത്തിയ ചെടിയുടെ ഇലയ്ക്ക് ഒരു ചേമ്പിലയോളം വലിപ്പം കാണും. തിപ്പംപെട്ടിയിലെ ഒരു സാധാരണ കർഷകനാണ് സുബ്ബയ്യ. കറുത്തു മെലിഞ്ഞ് ഉയരം കുറഞ്ഞ ഒരു മനുഷ്യൻ. പാടത്തു നിന്നും കയറി വന്നപ്പോൾ സുബ്ബയ്യയുടെ കണ്ണുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. വിവരിക്കാനാവാത്ത ഒരാത്മസംതൃപ്തി ആ മുഖത്ത് കളിയാടിയിരുന്നു. തൻ്റെ കൃഷിയിടത്തെ ഒരു കൊച്ചു കുഞ്ഞിനെ എന്നോണമാണ് സുബ്ബയ്യ പരിപാലിച്ചു പോരുന്നത്. പാടത്തെ വൃത്തിയും വെടിപ്പും എടുത്തു പറയേണ്ടതു തന്നെ. കൃത്യമായ അകലത്തിലും വരിയിലും നട്ടിരിക്കുന്ന ഊർജ്ജസ്വലരായ പുകയില ചെടികൾ കാറ്റിലാടി നിൽക്കുന്നു. ജലാംശം ഊറി നിൽക്കുന്ന നല്ല മണ്ണ് തന്നെയാണ് ഇത്. ചെടികൾക്കിടയിൽ കളകളോ അന്യസസ്യങ്ങളോ പേരിനു പോലും കണ്ടെത്താനായില്ല. തമിഴ്നാട്ടിലെ കർഷകന് കൃഷിഭൂമി പൊന്നു വിളയിക്കുന്ന ഭൂമി തന്നെയാണ്. മണ്ണ് തന്നെയാണ് അവൻ്റെ ആത്മാവും ജീവനും. പുകയില കൃഷി നടത്തുന്ന കർഷകർക്ക് ചുരുങ്ങിയത് 5 ഏക്കറെങ്കിലും ഭൂമി കാണുമെന്ന് സുബ്ബയ്യ ഹരിതഭാരതത്തോട് പറഞ്ഞു. ஒரு ஏக்கருக்கு ஒரு ஒரு 6000 செடிக்கு பக்கமாக நடவு வரும் உங்களுக்கு. அதை ஒரு 30 ഡേയ്സ് പിന്നാലെ കൃഷി രീതിയെപ്പറ്റിയും വിള പരിപാലനത്തെക്കുറിച്ചുമൊക്കെ വിജയം കൈവരിച്ച ഈ കർഷകൻ ആധികാരികമായി തന്നെ വിശദീകരിച്ചു. വിത്ത് വിതയ്ക്കുന്നതിന് മുൻപായി ഭൂമി നന്നായി ഇളക്കി മറിക്കുന്നു. ട്രാക്ടർ ഉപയോഗിച്ച് 3-4 പ്രാവശ്യം ഉഴുവുകയാണ് പതിവ്. മണ്ണിൽ നല്ല ഈർപ്പമുണ്ടാകണം. മണ്ണ് കുതിർന്നിരുന്നാൽ മാത്രമേ വിള എളുപ്പം പൊട്ടുകയുള്ളൂ. 2.5 മീറ്റർ അകലത്തിൽ വാരം കോരി ഓരോ മീറ്റർ ഇടവിട്ട് വിത്ത് നടുകയാണ് ചെയ്യുന്നത്. മുള പൊട്ടാൻ ഒരാഴ്ചയെടുക്കും. മുള കണ്ട ശേഷം ചെടിയെ സൂക്ഷ്മമായി പരിപാലിക്കേണ്ടതാണ്. 45 ദിവസമെങ്കിലും ചെടികൾ നനയ്ക്കണം. 14 ദിവസം കൂടുമ്പോൾ കളയെടുക്കണം. സാധാരണഗതിയിൽ പുകയില ചെടിയെ കീടബാധകളൊന്നും ആക്രമിക്കാറില്ല. വെള്ളവും നല്ല സൂര്യപ്രകാശവും ചെടിക്ക് ആവശ്യമായ ഓജസ് നൽകുന്നു. ആരോഗ്യമുള്ള ചെടിയുടെ ഇലകളിൽ നാമ്പുകൾ പിടിച്ചു നിൽക്കുന്നത് കാണാം. 55 മുതൽ 90 വരെ ദിവസം പ്രായമെത്തുന്നതോടെ പുകയില ചെടി പൂർണ്ണ വളർച്ചയെത്തിയതായി കണക്കാക്കാം. ഈ പ്രായത്തിൽ തന്നെ വെട്ടിയെടുക്കുകയാണ് പതിവ്. കടയോട് ചേർന്ന് ഇലകളും കായും വേർപെടുത്താതെ
പുകയില ചെടി തണ്ടോടെ തന്നെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെടി മുറിക്കാൻ പ്രത്യേക സമയക്രമമുണ്ട്. രാവിലെയോ വൈകുന്നേരമോ ആണ് മുറിക്കാൻ അനുയോജ്യമായ സമയം. രാവിലെ 6 മണിക്കും 8 മണിക്കും ഇടയിലാണ് സുബയ്യ ചെടി മുറിക്കുന്നത്. വെയിൽ മൂത്ത ശേഷം ചെടികൾ മുറിച്ചാൽ അതിൻ്റെ ഇലകൾ ഉപയോഗശൂന്യമായേക്കും എന്നതിനാലാണിത്. പുകയില ചെടികളുടെ ഇലകളെ തിപ്പംപെട്ടിയിലെ കർഷകർ പപ്പടത്തോടാണ് ഉപമിക്കുന്നത്. വെയിലേറ്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇലകൾ വറുത്ത പപ്പടം പോലെയാകും. ആ അവസ്ഥയിൽ ഇലകളെ കൈകാര്യം ചെയ്യുന്നത് കർഷകന് നഷ്ടമേ വരുത്തിവെക്കൂ. അതിനാലാണ് രാവിലെയോ വൈകിട്ടോ മാത്രം പുകയില കൊയ്യുന്നത്. அதை காட்டில் வந்து ஒரு ஒரு 2-3 நாளைக்கு அதை அறுத்து விட்டு அப்படியே விட்டுடலாம். മുറിച്ചെടുത്ത ചെടികൾ തോട്ടത്തിൽ തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. തുടർച്ചയായി 3 ദിവസമെങ്കിലും ഇങ്ങനെ ഇലകൾ പാടത്ത് തന്നെ വിശ്രമിക്കണം. ദിവസവും രാവിലെ പാടത്തെത്തി ചെടികൾ തിരിച്ചും മറിച്ചും ഇടേണ്ടത് അത്യാവശ്യമാണ്. ചെടിയുടെ എല്ലാ ഭാഗത്തും വെയിലടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെടി മുറിച്ച് ഉണക്കിയെടുക്കുന്ന 3 ദിവസങ്ങൾ കർഷകനെ സംബന്ധിച്ചിടത്തോളം നിർണായക സമയമാണ്. മാനമൊന്ന് കറുത്താൽ അവൻ്റെ മനം കലങ്ങി മറിഞ്ഞത് തന്നെ. ചെടിയുണക്കിനിടയിൽ മഴ വന്നാൽ അവൻ്റെ അധ്വാനം പാഴായത് തന്നെ. മഴ നനഞ്ഞ പുകയില ചെടിക്ക് കാശ് പോലും ലഭിക്കില്ല. ഉണക്കുകാലത്ത് മഴ പെയ്യാതിരിക്കാനാണ് തിപ്പംപെട്ടിയിലെ കർഷകരുടെ പ്രാർത്ഥന. തിപ്പംപെട്ടിയിലെ മാത്രമല്ല, ഒട്ടൻചത്രത്തെയും ലോകത്തെ സകല പുകയില കർഷകരുടെയും പ്രാർത്ഥന ഈ 3 ദിവസങ്ങളിൽ മഴയെ ഒഴിവാക്കി നിർത്തണേ എന്നു മാത്രമാണ്. 3 ദിവസത്തെ ഉണക്കിന് ശേഷം ചെടികൾ അട്ടിയിട്ട് തുടങ്ങുന്നു. ഈ സമയത്ത് ഇലകളുടെ പച്ചനിറം പൂർണ്ണമായി മറഞ്ഞ് ഇളം മഞ്ഞ നിറത്തിൽ എത്തിയിരിക്കും. இந்த மாதிரி இந்த பத்தி நட்டு அந்த பத்திக்கிட்ட கொண்டு வந்து அந்த இதை போட்டு பழைய வீட்டையும் தொங்க விட்டுறான். அதை தொங்க விட்டோம் அப்படின்னா ஒரு 25 டேஸ் வரைக்கும் അത് அந்த മാലയിലെ കഴ കൊണ്ടുള്ള പന്തലുകൾ ഉണ്ടാക്കി ഓരോ ചെടിയും ശ്രദ്ധാപൂർവം എടുത്ത് അട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥയിൽ നന അത്യാവശ്യമാണ്. ദിവസത്തിൽ ചുരുങ്ങിയത് 2 തവണയെങ്കിലും ചെടികൾ നനച്ചു കൊടുക്കണം. സംസ്കരിച്ചെടുക്കുന്ന പുകയില ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ 3 തരമായി തരംതിരിക്കുന്നു. 1000 செடிக்கு வந்து உங்களுக்கு ஒரு அந்த ராசி மட்டும் ஒரு 150 கிலோ அதுலேருந்து ஒரு 175 കിലോ വരയ്ക്കും. 1000 ചെടികളിൽ നിന്നും 150 മുതൽ 175 കിലോഗ്രാം വരെ പുകയില ലഭിക്കും. ഒന്നാം തരം പുകയിലയ്ക്ക് കർഷകന് 20 മുതൽ 30 രൂപ വരെ വില ലഭിക്കും. രണ്ടാം തരത്തിന് 12 രൂപ മുതൽ 15 രൂപ വരെയാണ് വില. 1000 ചെടികളിൽ നിന്നും 40 കിലോഗ്രാം വരെ രണ്ടാം തരം പുകയില ലഭിക്കും. ഏക്കർ ഒന്നിന് 15,000 മുതൽ 20,000 രൂപ വരെയാണ് കൃഷിക്കാരന് ലഭിക്കുന്ന പ്രതിഫലം. വിള പരിചരണത്തിനും നാമമാത്ര വളപ്രയോഗത്തിനും നനയ്ക്കുമൊക്കെയായി കർഷകന് ചെടി ഒന്നിന് 2 രൂപ മാത്രം ചെലവ് വരുമ്പോൾ 15,000 രൂപ കർഷകന് ആദായകരമല്ലാതാവുന്നില്ല. എങ്കിലും മറ്റേതൊരു വിളയെയും പോലെ പുകയില കൃഷിയിലും ലാഭം കൊയ്യുന്നത് ഇടത്തട്ടുകാരായ കച്ചവടക്കാർ തന്നെയെന്ന് പറയാതെ വയ്യ. தடை பண்ணானா அப்படிங்கிற மாதிரி எல்லாம் இப்போ சென்ட்ரல் கவர்மெண்ட்டு பண்ணுச்சு, ஸ்டேட் கவர்மெண்ட்டு கூட பண்ணுச்சு. அந்த சமயத்தில் வியாபாரிகள்லாம் புகழ வந்து வாங்கிறது. കേന്ദ്ര സർക്കാർ പുകയില ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെ പുകയില സംസ്കരണ കേന്ദ്രങ്ങളിലെത്തുന്ന അന്യനാട്ടുകാരെ കർഷകർ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ ഉപജീവന മാർഗത്തിന് വാർത്താ റിപ്പോർട്ടുകൾ തടസ്സമാകുമെന്ന് നിഷ്കളങ്കരായ ഗ്രാമീണർ ധരിച്ചു വച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെയും ടെലിവിഷൻ ക്യാമറകളെയും അവർ അകറ്റി നിർത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുകയില സംസ്കരണ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളുടെ വിവിധ ദൃശ്യങ്ങൾ ഹരിതഭാരതത്തിന് ചിത്രീകരിക്കാനായില്ല. ലോകത്ത് പുകയില ഉൽപ്പാദനത്തിൽ 3-ാം സ്ഥാനമാണ് ഭാരതത്തിനുള്ളത്. ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് മുന്നിൽ. ലോകത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന പുകയിലയുടെ 75% ഏഷ്യ, അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ്. പുകയില കയറ്റുമതി ചെയ്യുന്നതിൽ ഭാരതം 8-ാം സ്ഥാനത്ത് നിൽക്കുന്നു. കഴിഞ്ഞ 3 ദശാബ്ദത്തിനിടയിൽ രാജ്യത്തെ പുകയില ഉൽപ്പാദനത്തിൽ 8 മുതൽ 9% വരെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പുകയിലയുടെ 80%
തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇന്ത്യയൊട്ടാകെ 7.5 ലക്ഷത്തോളം കർഷകരാണ് പുകയില കൃഷി ചെയ്യുന്നത്. സിഗരറ്റ്, ബീഡി നിർമ്മാണ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണമാകട്ടെ 13 ലക്ഷം കവിയുകയും ചെയ്യും. ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പുകയിലയെ ലോക മാർക്കറ്റിൽ 7 തരമായാണ് വിഭജിച്ചിരിക്കുന്നത്. ഫ്ലൂ ക്യൂവേർഡ് വിർജിന അല്ലെങ്കിൽ FCV, ബർലി, ഓറിയന്റൽ, ബാർക്ക് ഫ്ലൂ ക്യൂവേർഡ്, സൺ ക്യൂവേർഡ്, ലൈറ്റ് ഫ്ലൂ ക്യൂവേർഡ് സിഗാർ, ഡാർക്ക് ഫ്ലൂ ക്യൂവേർഡ് എന്നിവയാണിവ. ഇതിൽ FCV ഇനം സിഗരറ്റിൻ്റെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. മറ്റിനങ്ങൾ ബീഡി, സുപാരി, ഗുഡ്ക, പാൻ പരാഗ് എന്നിവ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. അസംസ്കൃത പുകയിലയുടെ മറ്റൊരു വകഭേദമാണ് മുറുക്കാൻ ആവശ്യത്തിനായി നീക്കിവെക്കുന്നത്. പുകയില പാടങ്ങളുടെ ലഹരി നിറയ്ക്കുന്ന കാഴ്ചകളിൽ നിന്നും മടങ്ങും വഴി ഹരിതഭാരതം മറ്റൊരു കർഷകനെ കൂടി കണ്ടുമുട്ടി. என்னுடைய பேர் பெரியசாமி, ஊர் ஜவாதுபட்டி. புகையில விவசாயம் 20 வருஷமாக பண்ணிக்கிட்டு இருக்கிறேன். പെരിയസ്വാമി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. കൃഷിക്കാരൻ എന്നതിന് പുറമെ ഒരു ചെറുകിട പുകയില വ്യാപാരി കൂടിയായ പെരിയസ്വാമി 20 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഉൽപാദനം കൂട്ടാൻ അത്യാധുനിക കൃഷിമാർഗങ്ങൾ അവലംബിക്കുന്ന കൂട്ടത്തിലാണ് പെരിയസ്വാമിയുടെ സ്ഥാനം. അഭിരാമി എന്ന ഹൈബ്രിഡ് ഇനം വിത്ത് ഉപയോഗിച്ചാണ് കൃഷി നടത്തുന്നത്. വിള വർദ്ധിപ്പിക്കാൻ രാസവളങ്ങളും ഡൈ അമോണിയം ഫോസ്ഫേറ്റ് തുടങ്ങിയ മിശ്രിതങ്ങളും ഉപയോഗിക്കുന്നു. 1 ഹെക്ടർ തോട്ടത്തിന് 3 ടൺ കോംപ്ലക്സ് നൽകുന്നു. വളപ്രയോഗം നഷ്ടമുണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ലാഭം ഇരട്ടിയാക്കിയതായി പെരിയസ്വാമി പറയുന്നു. ஒரு ஏக்கருக்கு கிட்டத்தட்ட ஒரு 1200 கிலோ கிடைக்கும். ஒரு 1200 கிலோ கிடைக்குன்னு சொன்னால் ഇക്കഴിഞ്ഞ സീസണിൽ ഏക്കർ ഒന്നിന് 1200 കിലോഗ്രാം പുകയിലയാണ് പെരിയസ്വാമി കൊയ്തെടുത്തത്. ஒரு ஏக்கருக்கு 6000. പെരിയസ്വാമിയുടേത് ഒട്ടൻഛത്രത്തെ ഒറ്റപ്പെട്ട ലാഭകഥയല്ല. പരമ്പരാഗത രീതികൾ വിട്ടെറിഞ്ഞ് നവീന കൃഷിമുറകൾ സ്വീകരിക്കാൻ കർഷകർ തയ്യാറെടുക്കുന്നതിൻ്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ ഒട്ടൻഛത്രത്തിലുമുണ്ട്. തിപ്പംപെട്ടിയിലെ സുബ്ബയ്യയെ പോലുള്ള കർഷകർ അധ്വാനത്തിന് നാമമാത്ര ലാഭം മാത്രം നേടുമ്പോൾ രാസവളങ്ങളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും ഇറക്കി പെരിയസ്വാമിമാർ പണപ്പെട്ടികൾ നിറയ്ക്കുകയാണെന്ന് മാത്രം. പെരിയസ്വാമിയുടെ പാടത്തു നിന്നും യാത്ര പറഞ്ഞു പിരിയുമ്പോഴേക്കും ചുറ്റിനും സന്ധ്യ വന്നു നിറഞ്ഞിരുന്നു. ഗ്രാമത്തിലെ ചെമ്മൺ പാതയിലൂടെ പരപ്പലാറിലേക്കുള്ള പ്രധാന നിരത്തിലേക്ക് കടന്നപ്പോഴേക്കും ഇരുട്ട് വന്ന് മൂടിയിരിക്കുന്നു. ലോകത്തെവിടെയും പോലെ ഒട്ടൻഛത്രത്തിലും കർഷകർ നേരത്തെ ഉറങ്ങുകയും അതിരാവിലെ ഉണരുകയും ചെയ്യുന്നു. വഴി പ്രതീക്ഷിച്ചിരുന്നതുപോലെ വിജനം. രാത്രിയായാൽ വാഹനങ്ങളുടെ വെളിച്ചം കണ്ട് കാട്ടുമൃഗങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമെന്ന് അതിഥി മന്ദിരത്തിലെ പാറാവുകാരൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഓർമ്മ വന്നു. ആനക്കൂട്ടങ്ങളും കാട്ടുപോത്തുകളും വാഹനങ്ങളുടെ വഴി മുടക്കാറുണ്ട്. മനസ്സിൽ ചെറിയ ഭയവും ഒപ്പം സാഹസികതയുടെ ലഹരിയും വന്നു നിറഞ്ഞു. പുറത്ത് നല്ല തണുപ്പുണ്ട്. വാഹനത്തിൻ്റെ വിൻഡോ ഗ്ലാസുകൾ കയറ്റിയിട്ടു. ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റിൽ പെട്ടെന്നാണ് റോഡരികിലെ കലുങ്കിൽ വിശ്രമിക്കുന്ന വലിയ പക്ഷിയെ കണ്ടത്. വണ്ടി കുറച്ചുകൂടി മുന്നോട്ടെടുത്തു. കാട്ടിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതരം മൂങ്ങയാണ് അതെന്ന് മനസ്സിലായി. വെളിച്ചമടിച്ചിട്ടും വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടിട്ടും അത് പറന്നു പോകാനുള്ള ഭാവമില്ല. മൂങ്ങയെ അതിൻ്റെ സ്വകാര്യതയ്ക്ക് തന്നെ വിട്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ വഴിയിൽ മറ്റു മൃഗങ്ങളെയൊന്നും കാണാനായില്ല. വീതിക്ക് ഒരുപാട് താഴെയായി ഒട്ടൻഛത്രം പട്ടണം വൈദ്യുത ദീപങ്ങളിൽ കുളിച്ചു നിൽക്കുന്നു. മനോഹരമായൊരു കാഴ്ചയായിരുന്നു അത്. മേക്ക് തുടർച്ചി മലയിൽ നിന്നുള്ള ഈ കാഴ്ചയിൽ ഒട്ടൻഛത്രം ഒരു നക്ഷത്ര നഗരം പോലെ തോന്നിച്ചു. ചില വിളക്കുകൾ കണ്ണു ചിമ്മുന്നു, ചിലത് കൺമിഴിച്ച് വിസ്മയത്തോടെ പ്രകാശം പരത്തി നിൽക്കുന്നു. ഓരോ നഗരത്തിനും ഓരോ ആത്മാവുണ്ടെന്ന് എവിടെയോ വായിച്ചത് ഓർത്തുപോയി. വിശ്രമമില്ലാത്ത ഒരു പകലിനു ശേഷം വന്നെത്തിയ രാത്രി ഒട്ടൻഛത്രത്തിൽ കൂടുതൽ ദീപ്തമാവുകയായി. പരപ്പലാറിലേക്ക് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം. പുകയിലച്ചെടികൾ തഴുകിയെത്തിയ രാക്കാറ്റ് പരപ്പലാറിൻ്റെയും ഒട്ടൻഛത്രത്തിൻ്റെയും അതിർത്തികൾ കടന്നു പോവുകയാണ്. സ്വാർത്ഥകമായ ഒരു പകലിനു ശേഷം ഹരിതഭാരതം ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്.